കൊല്ലം കടക്കലിൽ CPI-യിൽ കൂട്ടരാജി. ജില്ലാ കൗൺസിൽ അംഗം JC അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാർട്ടി വിട്ടത്. മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലാണ് കൂട്ടരാജി. ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് തീരുമാനത്തിന് കാരണമെന്ന് രാജിവെച്ചവർ പറയുന്നു. അടുത്തെന്തെങ്കിലും ഒരു സംഘടനാ നടപടി വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടുമല്ല ഈ രാജി തീരുമാനം. അതുമായിട്ട് യാതൊരു ബന്ധവും അക്കാര്യത്തിലില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നിലവിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്ലീൻ ലീഡർഷിപ്പാണ്. ആ ലീഡർഷിപ്പ് കൂട്ടായി എടുക്കുന്ന തീരുമാനങ്ങൾ. ഇതിൽ JC അനിൽ എന്ന് പറയുന്ന ഒരാളിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനവും ഇല്ല. JC അനിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഈ മണ്ഡലത്തിലെ, അതുമാത്രമാണ് രാജിക്ക് ആസ്പദമായ പ്രശ്നങ്ങളെന്ന് പ്രചരിപ്പിക്കുന്നത് തന്നെ തെറ്റാണ്. അതുകൊണ്ട് ഏത് തീരുമാനം കൈക്കൊള്ളുന്നതും ഇനി ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടോ, പുതിയ ഏത് പാർട്ടിയിലേക്ക് പോകണ്ടയോ, എന്താണ് നിലപാടെന്നുള്ളതെല്ലാം ഞങ്ങൾ ഈ നേതൃത്വം ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന ഈ 1000-ഓളം വരുന്ന പാർട്ടി സഖാക്കൾ, അവർക്ക് ഞങ്ങളിൽ നല്ല വിശ്വാസമാണ്. അവരെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ. ഞങ്ങളുടെ ഈ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഈ നേതൃത്വത്തിനിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാക്കാൻ വേണ്ടുന്നുള്ള ഒരു ശ്രമവും ഞങ്ങൾ അവസരം കൊടുക്കില്ല. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കും. ലിജോയുണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ CPI-ക്ക് സ്വാധീനമുള്ള ഒരു മേഖലയാണ് ചടയമംഗലം, അതേപോലെ കടക്കൽ. അവിടെയാണ് പാർട്ടിയെ കുഴപ്പിച്ചുകൊണ്ട് ഇത്രയും പേർ കൂട്ടരാജി നടത്തിയിരിക്കുന്നത്. എന്താണ് വിശദാംശം? ഈ CPI-ക്ക് സംസ്ഥാനത്തിലൊട്ടാകെ നോക്കിയാലും വലിയ രീതിയിൽ വേരോട്ടമുള്ളതും ഒപ്പം തന്നെ പ്രവർത്തകരും MLA-മാരും ഒക്കെ ഉള്ള ഒരു ജില്ലയാണ് കൊല്ലം. ഇവിടെ ഒന്നിനു പുറകെ ഒന്നായി പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ തന്നെ ഈ പ്രവർത്തകരുടെയും നേതാക്കളുടെയും രാജിയിലേക്ക് വഴിവെക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ആഴ്ചകൾക്ക് മുൻപാണ് കുണ്ടറയിൽ നിന്നുള്ള ഒരു കൂട്ടം പ്രവർത്തകരും നേതാക്കളും ആ പാർട്ടി വിട്ട് CPM-ലേക്കൊക്കെ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ ഇപ്പോൾ കടക്കലിൽ ഉണ്ടായിരിക്കുന്നത് കുറച്ചുകൂടെ രൂക്ഷമായ ഒരു പ്രശ്നമാണ്. ഏകദേശം 700-ലധികം വരുന്ന പാർട്ടി പ്രവർത്തകർ, അതായത് പാർട്ടി അംഗത്വമുള്ളവരാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ ജില്ലാ കൗൺസിൽ അംഗമായിരുന്ന അനിൽ ഉൾപ്പെടെയുള്ളവർ വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു പ്രധാനമായി കാണേണ്ട ഒരു കാര്യം. മന്ത്രി ജെ ചിഞ്ചുറാണി പ്രതിനിധീകരിക്കുന്ന ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ പെടുന്നവരാണ് ഈ രാജിവെക്കുന്ന എല്ലാവരും തന്നെ. അതിൽ 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ വരുന്നുണ്ട്, 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ഈ രാജിവെച്ചവരുടെ പട്ടികയിൽ വരുന്നു. മാത്രമല്ല വിവിധ സഹകരണ ബാങ്കുകളിൽ ഡയറക്ടർമാരായി പ്രവർത്തിക്കുന്ന 11 പേര് CPI-യിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. മറ്റ് പാർട്ടി അംഗത്വമുള്ള 500-ലധികം പേര് രാജിവെച്ചു എന്നുള്ളതാണ് ഈ നേതാക്കൾക്ക് തന്നെ വാർത്താസമ്മേളനം വിളിച്ചതിന് ശേഷം അറിയിച്ചിരിക്കുന്നത്. അതിന് പ്രധാന ഒരു കാരണമായി അവർ പറയുന്നത് ഈ പാർട്ടിക്കുള്ളിൽ നിലനിന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഇതിൽ പരിഹാരം കാണണമെന്ന് പലതവണയായി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് നേതൃത്വം ഇടപെട്ട് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഈ രാജിയിലേക്ക് പോകുന്നത്. അത് ഒന്നാകെ അനിലിന്റെ നേതൃത്വത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അജി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ശക്തമായ വേരോട്ടമുള്ളത് CPI-ക്ക് ഏറ്റവും വലിയ വൻ ഭൂരിപക്ഷം നൽകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പുനലൂര്, ഒപ്പം ചടയമംഗലം ഉൾപ്പെടെയുള്ള ആ മേഖലകളൊക്കെ. അപ്പോൾ അവിടെ നിന്നും പാർട്ടിയിലെ പ്രവർത്തകർ പോകുന്നു. അനിലിനെ സംബന്ധിച്ചിടത്തോളം ആ കടക്കൽ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാന നേതാവിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ പോകുന്നുവെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. കാര്യം സമാന്തരമായി ഇവർ കുറച്ച് ദിവസം മുൻപ് ഒരു യോഗം ഉൾപ്പെടെ ചേരുകയും ചെയ്തിരുന്നു. സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു സന്ധി ചർച്ചയ്ക്ക് ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിൽ പോലും അതിൽ കാര്യമായി ജില്ലാ നേതൃത്വം അതിന് മുൻകൈ എടുത്തില്ല എന്നുള്ള ഒരു പരാതിയും ഉന്നയിക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഈ രാജിവെച്ചിരിക്കുന്നവർ ചിലരോട് സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ CPM-ലേക്ക് പോകും എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിയുന്നത്. CPI-ക്ക് ഏറ്റവും കൂടുതൽ കൊല്ലം ജില്ലയിൽ വേരോട്ടമുള്ള കടക്കലിലാണ് CPI-യിൽ നിന്നും കൂട്ടരാജിയുള്ളത്. ജില്ലാ കൗൺസിൽ അംഗം ഉൾപ്പെടെയുള്ള 1000-ഓളം വരുന്ന പ്രവർത്തകരാണ് പാർട്ടി വിട്ടതെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ലിജോയാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.